സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ചില കഴിവുകൾ. സ്ത്രീകൾ പൊതുവെ മൾട്ടി ടാലൻറ്റഡ് വ്യക്തികളാണ്. അത് ഞാൻ പലവട്ടം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു വീട്ടിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഒരേ സമയം 5ഉം 6ഉം 10ഒക്കെ ജോലി ചെയ്യും. കാരണം കാലത്ത് അവർ എഴുന്നേറ്റ് ചിലർ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുക, അല്ല ചിലർ കുളിക്കാതെയാണ് അടുക്കളയിൽ കയറുക. അപ്പോൾ ചിലർ അടുപ്പിൽ വെള്ളം വെച്ചിട്ട്, അടുപ്പിലല്ല, നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കും, കലത്തിൽ വെള്ളം വെച്ചതിന് ശേഷം നേരെ കുളിക്കാനോ അല്ലെങ്കിൽ പാത്രം കഴുകാനോ അലക്കാനോ തിരുമ്പാനൊക്കെ പോകും, അല്ലെങ്കിൽ മുറ്റടിക്കാൻ പോകും. അപ്പോൾ ആ വെള്ളം ഏകദേശം തിളയ്ക്കാറായി അവർക്കറിയാം. ആ തിളക്കൽ കഴിഞ്ഞ് ഉടനെ അരി ഇട്ടു. ആ അരി ഇട്ട് വേവ് കൂടുമില്ല കുറയുമില്ല. ആ സമയമാകുമ്പോൾ അവർക്ക് ഏകദേശം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ മറ്റു പല ജോലികൾ ചെയ്യും. ഇങ്ങനെ ചോറും കൂട്ടാനും ഒക്കെ വെച്ചുകൊണ്ടെങ്കിൽ 6 മണി തൊട്ടിട്ട് മാക്സിമം 8 മണിക്കുള്ളിൽ എല്ലാ പണികളും ഒഴിവാക്കിണ്ടാവും. ഇത്തെ സാധനം തന്നെ പുരുഷന്മാർ ചെയ്താൽ അവർക്ക് ഈ 6 മണി മുതൽ 8 മണി വരെ ചെയ്ത സ്ത്രീകളുടെ ജോലി ചെയ്യാൻ പറ്റില്ല. തല കുത്തി മുന്നാലും ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. മൾട്ടി ടാലൻറ്റഡ് വ്യക്തികളാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി ടാലൻറ്റഡ് വ്യക്തികളാണ് സ്ത്രീകൾ എന്നതിന് ഉള്ള ഒരു ഗുണം ചെയ്യേണ്ടത് അവരുടെ തൊഴിലിൽ, വിദ്യാഭ്യാസത്തിൽ ഒക്കെയാണ്. അപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല തൊഴിലുകളിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബിസിനസ് കച്ചവട സ്ഥാപനമോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനമോ തുടങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാളും കൂടുതൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ സ്ത്രീകളാണ്. വേറൊന്നല്ല, അവർക്ക് അത് കൃത്യമായി കോൺസെൻട്രേഷനോടുകൂടി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എത്ര തൊഴിലാളികൾ ഉണ്ടായിക്കോട്ടെ, എത്ര തരം പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയാലും അതൊക്കെ കൃത്യമായി പരിശോധിച്ചിട്ട് ആ തൊഴിൽ വളരെ ഭംഗിയായി നടത്തി വലിയ ടേൺ ഓവർ, കോടികളുടെ ടേൺ ഓവർ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഴിവ് ഉള്ളതായിട്ട് സ്ത്രീകൾക്കറിയില്ല. കാരണം യാനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ പുരുഷന്മാർ ഒരു കവിതയിൽ പറഞ്ഞ പോലെ, നമ്മുടെ കനൽപ്പൊട്ട് എന്ന് പറഞ്ഞ കവിതയിലെ പോലെ പുരുഷന് സത്യം പറഞ്ഞ സ്ത്രീനെ പേടിയാണ്. കാരണം പുരുഷൻ പുരുഷനേക്കാളും പെട്ടെന്ന് വളരുന്ന ഒരു വ്യക്തികളാണ് സ്ത്രീകൾ. അപ്പോൾ ആ സ്ത്രീകൾ വല്ലാണ്ട് വളർന്നു കഴിഞ്ഞാൽ പുരുഷന്മാർ അടിമത്തത്തിലേക്ക് പോകും എന്നുള്ളൊരു തെറ്റായ വിശ്വാസമുണ്ട്. സ്ത്രീകളെ കഴിയുന്നത്ര അവരുടെ കഴിവുകൾ ജീവിതകാലം മുഴുവൻ അടിച്ചമർത്തും. അതിന് ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ തന്നെ. എൻ്റെ അമ്മ പറഞ്ഞു തന്ന പുരാണ കഥകളും അതുപോലെ നല്ല നല്ല കഥകളും കേട്ടിട്ടാണ് ഞാൻ വളർന്ന് ഒരു മനുഷ്യനായി മാറിയത്. നമുക്ക് കുറേ പണം ഉണ്ടായപ്പോൾ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയായിട്ടാണ് വളരാൻ ശ്രമിക്കേണ്ടത്. ഞാൻ എന്നെ സ്വയം പുകഴ്ത്താന്ന് വിചാരിക്കും. അത് മനസ്സുകൊണ്ടേ ഉള്ളൂ. അത് പ്രവൃത്തി കൊണ്ട് കാണിക്കാൻ പറ്റാത്തതിന് കുറേ തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ വേദനിപ്പിക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നെഗറ്റീവ് വ്യക്തിയായിട്ട് സ്വയം മാറേണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾക്ക് ഈ മൾട്ടി ടാലൻറ്റഡ് വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർക്ക് രാജ്യത്തിനും സ്വന്തം വീടിനും വലിയൊരു സംഭാവന തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ ഉത്തേജിപ്പിക്കാൻ യാതൊരു തരത്തിലും ഈ ഭർത്താക്കന്മാരായാലും എല്ലാ അച്ഛന്മാരായാലും എല്ലാ സഹോദരങ്ങളായാലും അവർക്ക് സ്വാതന്ത്ര്യം നൽകി, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുത്ത്, അവർക്ക് ഒരു സംഭവത്തിൽ പ്രോത്സാഹനം കൊടുത്ത്, സ്ത്രീകൾക്ക് പ്രോത്സാഹനം കൊടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ ഈ പുരുഷവർഗം താല്പര്യപ്പെടില്ല.
അപ്പോൾ അവർ വെറും ജോലിയായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ജോലിക്ക് ഒരു ഗുണം, കൃത്യമായി ജോലി ചെയ്യാൻ ഏറ്റവും മിടുക്കുള്ളവർ സ്ത്രീകളാണ്. പൊതുവെ അഴിമതി കുറഞ്ഞവർ, ഇപ്പോൾ സർക്കാർ ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഒട്ടുമിക്ക സ്ഥലത്തും ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഓഫീസുകളിൽ വളരെയധികം അഴിമതി കുറഞ്ഞു. അവർക്ക് ചെറിയ വരുമാനമാണെങ്കിൽ പോലും ഒരു കൈക്കൂലി അഴിമതി നടത്തിയിട്ട് തൻ്റെ ജീവിതം നശിപ്പിക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമില്ല. മാത്രമല്ല, കൈക്കൂലിയും അഴിമതിയൊക്കെ നടത്തണമെങ്കിൽ നല്ല ധൈര്യം വേണം. അക്കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. കാരണം ഉള്ളത് കൂടി പോവാൻ അവർ ഇഷ്ടപ്പെടില്ല. കാരണം ഉള്ളതും കൂടി പോയി വീട്ടിൽ ചെന്നിരുന്നാൽ വല്ല സസ്പെൻഷനോ ഡിസ്മിസോ കിട്ടി ചെന്നാൽ കിട്ടണ വരുമാനം കൂടി പോകുമല്ലോ. അപ്പം അതുകൊണ്ട് കുറഞ്ഞ വരുമാനമാണെങ്കിൽ പോലും സ്ത്രീകൾ അത് കൃത്യമായിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അവരുടെ കോൺസെൻട്രേഷന് വളരെയധികം നമ്മൾ അഭിനന്ദിക്കേണ്ട വസ്തു. കാരണം ഒരു പുരുഷന് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അവന് പല പല ചിന്തകളാവാം. പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ ജോലിയിലാണെങ്കിൽ ആ ജോലിയിൽ മാത്രമേ കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ മറ്റ് തമാശകളും കളിയും ചിരിയും വായ്നോക്കലും ഒക്കെ നടക്കൂട്ട. പക്ഷെ അവളുടെ തൊഴിൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എന്ത് തന്നെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചാലും വായ നോക്കിയാലും പ്രേമിച്ചാലും കോൺസെൻട്രേഷൻ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലുണ്ടാവും. പിന്നെ